1971 ഹൂസ്റ്റണിലെ ഒരു കുടുംബം അവരുടെ പുതിയ കുഞ്ഞിനെ കാത്തിരിക്കുകയായിരുന്നു. പ്രതീക്ഷകൾക്കപ്പുറം അവരുടെ മനസ്സിൽ ഒരു ഭയം കൂടുകൂട്ടിയിരുന്നു. കാരണം ഒരു രോഗം കാരണം അവർക്ക് മുൻപൊരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടിരുന്നു. ഡേവിഡ് വെറ്റർ എന്ന് പേരിട്ട അവരുടെ കുഞ്ഞ് ഭൂമിയിലേക്ക് വന്നത് ആ പ്രതീക്ഷകളുടെയും ഭയങ്ങളുടെയും നടുവിലേക്കാണ്. അവന്റെ ജനനശേഷം വെറും 20 സെക്കൻഡുകൾക്കുള്ളിൽ ഡോക്ടർമാർ അവനെ ഒരു പ്രത്യേക പ്ലാസ്റ്റിക് കൂടാരത്തിനുള്ളിലാക്കി. പുറം ലോകത്ത് നിന്ന് അവനിലേക്ക് ഒരു അണു പോലും കടക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു അത്. കാരണം അവൻ സാധാരണ കുഞ്ഞായിരുന്നില്ല. പ്രതിരോധ ശേഷി തീരെയില്ലാത്ത സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡിഫിഷ്യൻസി എന്ന് പറയുന്ന അപൂർവ രോഗവുമായാണ് അവൻ ജനിച്ചത്. പ്രതിരോധ ശേഷി ഒട്ടുമില്ലാത്ത പുറത്തു നിന്നുള്ള ഒരു അണുബാധ പോലും മരണത്തിന് വരെ കാരണമായേക്കാവുന്ന അവസ്ഥ. അതായിരുന്നു ഡേവിഡിന്റെ രോഗം. ഈ രോഗബാധയുള്ളവർ സാധാരണ ആളുകളെ പോലെയല്ല. പുറം ലോകവുമായി അവർക്ക് യാതൊരു തരത്തിലുള്ള ഇടപഴകലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞു ഡേവിഡ് കാലങ്ങളോളം അവന്റെ ജീവിതം ചെലവഴിച്ചത് ഒരു പ്ലാസ്റ്റിക് ആവരണത്തിനുള്ളിൽ മാത്രമായിരുന്നു. സ്വന്തം കുടുംബത്തെയും ബന്ധുക്കളെയും കയ്യെത്തും ദൂരെ നിന്ന് അവൻ നോക്കിക്കണ്ടത് ആ കുമിളകൾക്കുള്ളിൽ നിന്നായിരുന്നു. ഡേവിഡ് ജനിക്കുന്നതിന് മുൻപ് അവന്റെ അച്ഛനും അമ്മയ്ക്കും ഇതേ അസുഖത്തെ തുടർന്ന് ഒരു കുഞ്ഞിനെ നഷ്ടമായിരുന്നു. ഇത് മനസ്സിലാക്കിയ ഡോക്ടർമാർ ഡേവിഡ് നേരത്തെ ജനിച്ചതിനാൽ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഒരു പ്ലാസ്റ്റിക് ബബിളിനുള്ളിൽ അവനെ ആക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ബബിൾ ബോയ് എന്ന് ലോകം വിളിക്കുന്ന പ്ലാസ്റ്റിക് കുമിളയിലെ രാജകുമാരനായി മാറി. ഡേവിഡിന്റെ ലോകം ആ പ്ലാസ്റ്റിക് കുമിളയ്ക്കുള്ളിൽ ഒതുങ്ങി. അവൻ കഴിച്ച ഭക്ഷണവും കുടിച്ച വെള്ളവും കളിച്ച കളിപ്പാട്ടങ്ങളും എല്ലാം അണുവിമുക്തമാക്കിയിട്ടുള്ളവയായിരുന്നു. അവനെ കാണാൻ വരുന്നവരും മാതാപിതാക്കൾ പോലും അവനെ തൊടാനോ ചേർത്ത് പിടിക്കാനോ ഒന്ന് ചുംബിക്കാനോ സാധിക്കാതെ ആ കുമിളയ്ക്ക് പുറത്ത് നിന്നു. അവൻ കരഞ്ഞപ്പോൾ അവനെ ഒന്ന് ആശ്വാസം നൽകാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. അവന്റെ ലോകം നിറയെ സ്നേഹമുണ്ടായിരുന്നു. പക്ഷെ ആ സ്നേഹം ആ കുമിളകളുടെ ചില്ലിലൂടെ മാത്രം അവനെ തലോടി. കൂട്ടുകാരുമായി കളിക്കാനോ സ്കൂളിൽ പോകാനോ അവന് കഴിഞ്ഞില്ല. വീഡിയോ കോളുകളിലൂടെയായിരുന്നു അവൻ പഠിച്ചിരുന്നത്. എങ്കിലും അവൻ മിടുക്കനായിരുന്നു. ലോകത്തെക്കുറിച്ചും പുറത്തുള്ള ജീവിതത്തെക്കുറിച്ചും അവൻ ആകാംക്ഷയോടെ പഠിച്ചു. ഇടയ്ക്ക് ബബിൾ എന്ന തടവറയിൽ നിന്ന് പുറത്തിറങ്ങാൻ അവൻ ആഗ്രഹിച്ചു. എന്തുകൊണ്ടാണ് പുറത്തു പോകാൻ കഴിയാത്തത് എന്നവൻ നിഷ്കളങ്കമായി ചോദിക്കുമ്പോൾ അവന്റെ മാതാപിതാക്കളുടെ ഹൃദയം നുറുങ്ങി. അവന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകാൻ നാസ ഒരു പ്രത്യേക സ്പേസ് സ്യൂട്ട് നിർമ്മിച്ചു നൽകി. അത് ധരിച്ച് ആദ്യമായി അവൻ വീടിന് പുറത്തേക്ക് ഇറങ്ങി. ആ ചെറിയ യാത്ര അവന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷമായിരുന്നു. ആകാശത്തേക്ക് നോക്കി കാറ്റിന്റെ തലോടൽ അറിയാതെ അവൻ ആ നിമിഷം ആഘോഷിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. അവന്റെ 12-ാം വയസ്സിൽ ഡോക്ടർമാർ അവന് അസ്ഥിമജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അല്ലെങ്കിൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് നടത്തി. ഡേവിഡ് പുതുലോകത്തേക്ക് വരുമെന്ന് അവർ എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷേ നിർഭാഗ്യം അവനെ കാത്തിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം അവന് പെട്ടെന്ന് അണുബാധയുണ്ടായി. പൊരുതി ഒടുവിൽ 1984 ആ കുഞ്ഞു രാജകുമാരൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഡേവിഡിന്റെ മരണം വെറുതെ ആയിരുന്നില്ല. അവന്റെ ജീവിതവും മരണവും ശാസ്ത്രലോകത്തിന് ഒരു വലിയ പാഠമായി മാറി. മനുഷ്യന്റെ രോഗപ്രതിരോധ ശേഷിയെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾക്ക് അതൊരു വഴിത്തിരിവായി. ഇന്ന് SID ബാധിതരായ കുട്ടികൾക്ക് സാധാരണ ജീവിതം നയിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഡേവിഡ് എന്ന കൊച്ചുമിടുക്കൻ ഭൂമിയിൽ ജീവിച്ചു എന്നതാണ്. അവന്റെ ഓർമ്മയ്ക്കായി ടെക്സസ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഒരു പ്രത്യേക പഠന കേന്ദ്രം തന്നെ സ്ഥാപിക്കപ്പെട്ടു. ഡേവിഡിന്റെ ജീവിതം ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ മനസ്സിൽ അവശേഷിക്കുന്നു. പുറം ലോകം കാണാതെ സ്നേഹം തൊട്ടറിയാതെ ജീവിച്ച ആ കുഞ്ഞിന്റെ ത്യാഗം ഒരു നൊമ്പരമായി നമ്മുടെ ഹൃദയത്തിൽ എന്നും ഉണ്ടാവും. അവന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഓരോ നിമിഷവും എത്ര വിലപ്പെട്ടതെന്നാണ്.